പ്രശാന്ത് ഭൂഷൺ ഇടത് ആക്ടിവിസ്റ്റായിട്ടുള്ള അഭിഭാഷകനാണ്. അദ്ദേഹത്തെ ചെവിക്ക് പിടിച്ച് കുടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. വിഷയം ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിയുമായിട്ട് പ്രശാന്ത് ഭൂഷൺ ചെല്ലുന്നത്? ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണ് ശരിക്കും കോടതി പറഞ്ഞത്? വളരെ രസകരമാണ്. ഈ പ്രശാന്ത് ഭൂഷൺ ആരാണെന്ന് നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ശരിക്കും കനത്ത പ്രഹരമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. മുഖമടച്ച് കിട്ടിയ അടി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമുക്കറിയാം, ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ SIR, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഈ നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ഇത് തടസ്സപ്പെടുത്താനാണ് ഈ വോട്ട് ചോരിയൊക്കെ ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാവരും കൂടെ ചേർന്ന് പലവിധ ഹർജികളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഹർജി പരിഗണിച്ച സുപ്രീം കോടതി വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചു. SIR ഒഴിച്ചുകൂടാനാകാത്തതാണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ SIRുമായിട്ട് മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതാണ്ട് എല്ലാ നടപടികളും സുപ്രീം കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. ആകെ സുപ്രീം കോടതി പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ ആധാറും കൂടി പരിഗണിക്കുന്നില്ല, അതായത് ഒരാളിൻ്റെ വോട്ടവകാശം നിർണ്ണയിക്കുന്നതിൽ ഇപ്പം പ്രിയന് വോട്ടുണ്ടല്ലോ, അപ്പോൾ പ്രിയൻ വോട്ട് ചേർക്കാൻ പോകുമ്പോൾ, ഒരു പുതിയ വോട്ടറാണെന്നിരിക്കട്ടെ, വോട്ട് ചേർക്കാൻ പോകുമ്പോൾ പ്രിയൻ്റെ ഈ തിരിച്ചറിയൽ രേഖകൾ, അതായത് 11-12 രേഖകൾ പറയുന്നുണ്ട്. അതിൽ ഈ ആധാറിനെ കൂടെ ചേർക്കണം, എന്തുകൊണ്ട് ചേർത്തുകൂടാ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു, പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല ആധാർ എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വളരെ നീതിപൂർവകമായി സുപ്രീം കോടതി ഇടപെട്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. എന്താ പറയുക, നമ്മൾ പിഴവുറ്റ പഴുതടച്ച ഒരു സംവിധാനത്തിലേക്കാണ് സുപ്രീം കോടതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കൊണ്ടെത്തിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പിന്തുടരുന്ന മാനദണ്ഡങ്ങളെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇതുകൂടി കൂട്ടിച്ചേർത്തത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും സുപ്രീം കോടതി ഒരു സംശയം പറഞ്ഞു. ഏതാണ്ട് നമ്മൾ അറിയുന്നത്, ആദ്യം ഒരു 60 ലക്ഷത്തിന് മുകളിൽ, ഏതാണ്ട് 1/2 കോടിയിലധികം, ബീഹാറിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് 7-7.5 കോടിക്ക് അടുത്ത് വരും. അതിൽ ഏതാണ്ട് ഒരു 1/2 കോടിയോളം വോട്ടർമാർ, 1/2 കോടിക്ക് മുകളിലുണ്ട് വോട്ടർമാർ, ഈ പറയുന്നത് പോലെ ഈ SIR നടത്തിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ അതിൽ പകുതിയോളം പേർ മരിച്ചു പോയവരാണ്. ഈ മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടില്ല. അത് ഈ SIRയിലൂടെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വോട്ടർ പട്ടിക എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പാണല്ലോ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത്. അത് സുപ്രീം കോടതി ശരിവെച്ചു, നിങ്ങൾ മുന്നോട്ട് പോകും. അത് പരിശോധിച്ച് വന്നപ്പോൾ സുപ്രീം കോടതിക്ക് തന്നെ അത്ഭുതമായി. കോടതി ചോദിച്ചു, ഈ 1/2 കോടിയിലധികം ആൾക്കാർ പുറത്തായിട്ടും ആകെ ലഭിച്ചത് 2 പരാതികളാണ്. എന്തുകൊണ്ട്? ബാക്കിയുള്ളവർ എവിടെ? പരാതിക്കാരെവിടെ? അപ്പോൾ വ്യാജ വോട്ട്, ഇരട്ട വോട്ട്, അതുപോലെ മരിച്ചു പോയവർ, സ്ഥലത്തില്ലാത്തവർ, മറ്റു സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നു, വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ നാട്ടിൽ എത്ര പേര് പ്രവാസികളാണെന്നുള്ളത്. നമുക്ക് മലയാളികൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതെല്ലാം പരിശോധിച്ച് കോടതി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക, ഇതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിപൂർണമായ സ്വാതന്ത്ര്യം കിട്ടി. ഇതിനിടയ്ക്കാണ് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ചില പരാതികളുമായിട്ട് രംഗത്ത് വന്ന് ചില സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. നോക്കുമ്പോൾ ആ സത്യവാങ്മൂലത്തിൽ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സത്യവാങ്മൂലം പരിശോധിച്ചപ്പോൾ അതിലെ പല വിവരങ്ങളും വ്യാജമാണ്. ഉദാഹരണത്തിന്, ബീഹാറിൽ എങ്ങും വോട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിച്ചറിയൽ കാർഡിൽ പേരോ നമ്പരോ ഒന്നുമില്ലാത്ത ചില ആൾക്കാർ അവിടെ വോട്ടുണ്ടെന്നും പറഞ്ഞ് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അത്തരക്കാരുടെ സത്യവാങ്മൂലം നമ്മളൊന്ന് ആലോചിക്കണം. ഒരു സാധാരണ കീഴ്ക്കോടതിയിൽ പോലും ഒരു വ്യാജ സത്യവാങ്മൂലം കൊടുത്താൽ എന്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പോഴാണ് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഇത്തരത്തിലൊരു അടവുമായിട്ട് ചെന്നിരിക്കുന്നത്. കോടതി വിടും. പ്രശാന്ത് ഭൂഷണല്ല, ഇനി എത്ര വലിയ അഭിഭാഷകനാണെങ്കിലും ശരി, സുപ്രീം കോടതി ചെവിക്ക് പിടിക്കും. കോടതി പ്രശാന്ത് ഭൂഷണെ കുടഞ്ഞു. ആകെ നാണം കെട്ടുപോയി പ്രശാന്ത് ഭൂഷൺ.
ഇത് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പിത്തലാട്ടത്തിന് നിന്ന് കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. കോൺഗ്രസ്സുകാരെവിടെയോ പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് സാധാരണ രാഷ്ട്രീയം കളിക്കുന്നത് പോലെ സുപ്രീം കോടതിയിലും ചെന്ന് കളിക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഫലം അഭിഭാഷകനാണ് അനുഭവിച്ചത്. അപ്പോൾ ഇവരാരോ കൊണ്ടുകൊടുത്തത് ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇദ്ദേഹം വിചാരിച്ചു സംഭവം ശരിയായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ലല്ലോ സുപ്രീം കോടതി വിധി പറയുന്നത്. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവർ വിശദീകരണം സമർപ്പിച്ചപ്പോൾ ഇങ്ങനൊരു വോട്ടർ അവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴാണ് സുപ്രീം കോടതിക്ക് സ്വഭാവം മാറിയ. സുപ്രീം കോടതി പറഞ്ഞു, ഇത്തരത്തിലുള്ള വ്യാജ പരിപാടികളുമായിട്ട് ഇങ്ങോട്ട് വരരുത്, അത് അനുവദിക്കാൻ സാധിക്കില്ല. പ്രശാന്ത് ഭൂഷണെ ശരിക്ക് കുടഞ്ഞു. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത് ഏതെങ്കിലും മലയാളം മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തു? നമ്മുടെ പത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒറ്റക്കോളത്തിൽ വാർത്ത കാണാം. പക്ഷെ നമ്മുടെ മുഖ്യധാര ചാനലുകൾ ഏതെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തോ? നേരെ മറിച്ച് തിരിഞ്ഞ് ഇപ്പുറത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാരിൻ്റെ വക്കീലിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകനോ ആണൊരു വീഴ്ച പറ്റിയതെങ്കിൽ ഇന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര വലിയ വാർത്തയാകും അല്ലേ? നമ്മുടെ മൊത്തം സംവിധാനത്തെ ഈ കഴിഞ്ഞ 75-78 വർഷമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർ മനുഷ്യ സഹജമായ വീഴ്ചകൾ, സ്വാഭാവികമായ തെറ്റുകുറ്റങ്ങൾ ആർക്കും സംഭവിക്കും, ക്ലറിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് മാറ്റിവെച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ അംഗീകരിച്ചേ മതിയാവും. അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ആദ്യം ഭരിച്ചാലും ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കും. അതിനെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് പകരം ചെറിയ വീഴ്ചകളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അവരെ കുറ്റാരോപണം അവരുടെ പുറത്ത് ഉന്നയിക്കുന്നത് ശരിയാണ്. അത് ഒരു കാര്യം. രണ്ടാമത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി മമത ഒരു പത്രസമ്മേളനം നടത്തി. SIR-ഉമായിട്ട് ബംഗാളിൽ വന്നു പോകരുത്. നോക്കൂ, ഭരണഘടനാ സ്ഥാപനമായ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ സാധിക്കാത്ത, ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഇങ്ങോട്ടേക്ക് കയറിപ്പോകരുത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? CBIക്ക് ഇതേ വിലക്കുണ്ടായിരുന്നു. CBIയോട് പറഞ്ഞതാണ് മമത ബംഗാളിൽ കയറി പോകരുതെന്ന്. അതുകൊണ്ട് ഇപ്പം വെള്ളം കുടിക്കുന്നുണ്ട്, മൂക്കിട്ട് ക്ഷ വരയ്ക്കുന്നുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ഈ മൂർഷിദാബാദ്, മാൾഡ, 24 പർഗാന തുടങ്ങിയ ജില്ലകളിൽ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അഭയാർത്ഥികളായിട്ട് വന്നവരുണ്ട്, അല്ലാതെ നുഴഞ്ഞു കയറിയവരുണ്ട്. ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥികളാണ്. അവിടെ ഉണ്ടായിരിക്കുന്ന പ്രാദേശികമായ ആഭ്യന്തര കലാപത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ഓടി വന്നവരാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വന്നവർക്ക് ഇപ്പോൾ ഇവിടെ വോട്ടുണ്ട്, അവർക്ക് വോട്ടേഴ്സ് ID കാർഡുണ്ട്, അവർക്ക് ആധാർ കാർഡുണ്ട്, നമ്മുടെ രാജ്യത്ത് ചികിത്സ കിട്ടുന്നു, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ തന്നെ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അന്ത്യോദയ ഏറ്റവും താഴെ തട്ടിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നരേന്ദ്രമോദിയെ എത്ര കുറ്റപ്പെടുത്തിയിരുന്നാലും ശരി, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിലേക്ക് വിഭവങ്ങൾ എത്തിക്കാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് അതിനുവേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഇവർക്ക് എങ്ങനെ വോട്ടേഴ്സ് ID കാർഡ് കിട്ടി, ഇവർക്ക് എങ്ങനെ ആധാർ കാർഡ് കിട്ടി, ഇത് മമതയ്ക്ക് മറച്ചു പിടിച്ചേ മതിയാവും. കാരണം ഇവരുടെ വോട്ട് കൂടി കിട്ടിയിട്ടാണ് മമത പല സ്ഥലത്തും ജയിക്കുന്നത് എന്ന് BJP നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്കിടയിലാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. അപ്പോൾ SIR വരികയും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഈ പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വരികയും അത് ഈ പറയുന്നത് പോലെ ഇത്രയും ആൾക്കാർ ഇന്ത്യൻ പൗരന്മാരല്ല, ഇവർക്ക് വോട്ടവകാശം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു തലത്തിലേക്ക് ഇത് ചെല്ലുകയും ചെയ്താൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രയും പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ മമത ബംഗാളിൽ 8 നിലയിൽ പൊട്ടും. ഈ തോൽവി മുന്നിൽ കണ്ട് ആ ഭയമാണ് മമതയെ
കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRമായിട്ട് ഇങ്ങോട്ട് കയറിപ്പോകരുത് എന്ന്. അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധിയും പ്രശാന്ത് ഭൂഷണെതിരായ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. സുപ്രീം കോടതി നമ്മുടെ രാജ്യത്ത് ഈ ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ദൈവം എന്ന് പറയുന്നത് കോടതികളാണ്. നമ്മൾ കോടതികൾക്ക് കൊടുക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ കോടതികൾക്ക് കൊടുക്കുന്ന എന്താ പറയുക ബഹുമാന്യത, ആദരവ്, കോടതികൾക്ക് കൊടുക്കുന്ന ഒരു കോടതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നീതി പുലരാൻ നമുക്ക് അവസാന ആശ്രയം കോടതികളാണ്. അങ്ങനെ കാണുന്ന ഒരു ജനതയുടെ മുന്നിൽ ഈ പറഞ്ഞതുപോലെ വ്യാജ സത്യവാങ്മൂലമൊക്കെ ആയിട്ട് ഒരു കോടതിയിലേക്ക് വന്നാൽ ആ കോടതി എങ്ങനെയായിരിക്കും ഇടപെടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത് പ്രശാന്ത് ഭൂഷണെ. ഇത്രയൊക്കെ നടന്നിട്ടും മമതയെ പോലെയുള്ളവർ പറയുകയാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട്. എന്തിന്? നമ്മുടെ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നു. കേരളത്തിൽ പക്ഷേ CPM മിണ്ടുന്നില്ല. CPMന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ്. അവർക്ക് പക്ഷേ ഇപ്പം മിണ്ടാൻ പറ്റില്ല. മിണ്ടിയല്ല. കാരണം അവരുടെ തല പലരുടെയും കക്ഷത്തിൻ്റെ ഇടയ്ക്കാണ്. അതുകൊണ്ടിപ്പോൾ ഈ പറയുന്നത് പോലെ കൂടുതൽ കളിക്കാൻ സാധിക്കില്ല. പക്ഷെ മമതയാകട്ടെ, സ്റ്റാലിനാകട്ടെ, അതുപോലെ സിദ്ധരാമയ്യ ആകട്ടെ ഈ SIRനെതിരെ വാളോങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ഇവർക്കെല്ലാവർക്കും മുഖമടച്ച് കിട്ടിയൊരു പ്രഹരമാണ്. രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ നാക്ക് താഴ്ന്നു പോയോ എന്ന് പോലും സംശയമുണ്ട്. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. പ്രശാന്ത് ഭൂഷൺ തലയും താഴ്ത്തി സുപ്രീം കോടതിയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ച ആണ് പൊതുവെ ഇന്നലെ അവിടെ കണ്ടത്. എന്തായാലും SIR എന്ന് പറയുന്നത് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്കിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്.